അങ്ങനെ ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്നൊരു സിനിമ ഇറങ്ങിയിട്ടൊരു ഒരാഴ്ചക്ക് മേളിലായി. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ പറ്റിയത്. സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എടുത്തേക്കണത് ഐമാക്സ് ക്യാമറ, അതിന്റെ ഫിലിം ക്യാമറ യൂസ് ചെയ്ത സിനിമ എടുത്തേക്കണ. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഐമാക്സ് ഫിലിം പ്രൊജക്ഷനുള്ള തിയേറ്ററിൽ കാണണം. അത് കാണാനുള്ള ഇത് നമുക്കിപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ ഓസ്ട്രേലിയ മെൽബൺ മാത്രമേ ഉള്ളൂ. അത് സദേൺ ഹെമിസ്ഫിയറിൽ മെൽബണിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടത് ഒരു സാധാരണ സ്റ്റാൻഡേർഡ് തിയേറ്ററിലാണ്. അതിന്റെ ഔട്ട് കണ്ടിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോജൻ വോർ, ആ ഒരു യുദ്ധം ഉണ്ടല്ലോ നമ്മൾ ട്രോയ് സിനിമയിൽ കണ്ടിട്ടുള്ള, ട്രോയിൽ കാണിക്കുന്ന ട്രോജൻ വോർ. അതിനുശേഷം നമ്മുടെ നായകൻ രാജാവ് ഒഡീഷ്യസ്, പുള്ളി നേരെ പുള്ളിയുടെ രാജ്യമുണ്ട് ഇഥേക്കയിലേക്ക് പുള്ളി പോകുന്ന ആ ഒരു ജേണി, ആ ജേണിയിൽ പുള്ളിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, പോയി അവിടെ എത്തുമോ എത്തിയില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഒഡീസി എന്ന് പറഞ്ഞ കഥ എഴുതിയിരിക്കുന്നത് ഹോമറാണ്. ഹോമറിന്റെ ആ ഒരു കഥ സിനിമയിലേക്ക് വരുമ്പോൾ നോളൻ അതിൽ സിനിമാറ്റിക് ലിബർട്ടി യൂസ് ചെയ്ത് ക്ലൈമാക്സ് ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ സിനിമയും ബുക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ബുക്കിലെ തന്നെ എല്ലാ കാര്യങ്ങളും സിനിമയിലേക്ക് കാണിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുമുണ്ട്. സിനിമ തന്നെ ഏകദേശം ഒരു 3 മണിക്കൂറിന്റെ അടുത്തുണ്ട്. 2 മണിക്കൂർ 52 മിനിറ്റോളം ഉണ്ട്. ഈ 2 മണിക്കൂർ 52 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബോറടിക്കില്ല. അത് നല്ല നല്ല രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. നോളൻ ഈ ഒരു സ്റ്റോറി ലൈനിന് എടുത്തേക്കുന്ന രീതിയുണ്ട്. അത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ഒരു എപ്പിക് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഓവർ ഹൈപ്പ് ചെയ്തുള്ള, ഓവർ ടോപ്പ് ചെയ്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല. പുള്ളി ഇത് നമുക്ക് കാണുമ്പോൾ കുറേയൊക്കെ റിയലിസം അല്ലെങ്കിൽ കുറേ നമുക്കത് ഭയങ്കരമായിട്ട് കമ്പാരിറ്റീവ്ലി വേറെ സിനിമകൾ നോക്കുമ്പോൾ നമുക്ക് വേറൊരു സ്പെഷ്യൽ ഒരു ഫീൽ വരും. കൂടുതലും പുള്ളിയുടെ സിനിമകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം അവർക്ക്. പുള്ളി CGI പരിപാടി അധികം യൂസ് ചെയ്യാറില്ല. കൂടുതലും പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ് പുള്ളിയുടെ ഇതിൽ. ഇതിൽ നമ്മുടെ ഒഡീഷ്യസ് കിങ് അല്ലെങ്കിൽ നമ്മുടെ നായകൻ അല്ലെങ്കിൽ മാറ്റ് ഡാമൻ, പുള്ളി പുള്ളി ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അവർ സെറ്റ് ചെയ്തേക്കണ രീതി ഉണ്ടല്ലോ, അത് ഗംഭീരമാണത്. ഈ ഒരു സിനിമയിൽ നോളൻ യൂസ് ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നറേഷൻ ഉണ്ട്. ഒരു 7-8 പേരുടെ നറേഷൻ ഉണ്ട്. ഈ നറേഷൻ അവരുടെ ഒരു POVയിൽ നിന്നാണ് കഥ പറയുന്നത്. അപ്പൊ മ്യൂസിക് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ലൂഡ്വിഗ് ഗൊറാൻസൺ ആണ്. ഈ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളന്റെ മുമ്പുള്ള സിനിമകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു 6 വർഷം മുമ്പ് ടെനറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും അതെ, അന്നും ഈ ടീം ഉണ്ടായിരുന്നു. ഇതിൽ യൂസ് ചെയ്തേക്കണ കുറെ മ്യൂസിക് ഉണ്ട്. അതായത് ഈ ട്രോജൻ യുദ്ധത്തിന്റെ സമയത്ത് പടയാളികളെല്ലാം കോട്ടയിലേക്ക് കയറുന്ന കുറെ സീനൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ എടുക്കണ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് കേട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യുദ്ധം വോർ പരിപാടിയിലൊന്നും കേൾക്കാത്ത കുറെ സാധനങ്ങളൊക്കെയാണ് പുള്ളി ആഡ് ചെയ്തേക്കുന്നത്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവും. ചില സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊള്ളാം, ഈ സാധനം വെറൈറ്റി ആയിട്ടുണ്ടല്ലോ അത് നമുക്ക് തോന്നും. നോളന്റെ ഇതിനു മുമ്പുള്ള സിനിമകളിൽ ചെയ്ത അതേ ടെക്നിക്കൽ ക്രൂ തന്നെയാണ് എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയും ചെയ്തേക്കുന്നത്. ഗംഭീരമായിരുന്നു. അത് പ്രത്യേകിച്ച് ആ കടലിലെ സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നോളൻ സിനിമയിൽ പറയുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അല്ലെങ്കിൽ ട്രോജൻ വോർ ഇത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതും അതിനു മുമ്പും ഉണ്ടാകുന്ന പല POVയിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കുറെ ടീമുകളുണ്ട് ഇതിൽ. മാറ്റ് ഡാമൻ, റോബർട്ട് പാറ്റിൻസൺ, പിന്നെ ടോം ഹോളണ്ട്, അന്ന ഹാതവേ, സെൻഡിയ, ചാർലീസ് തെറോൺ, ഇവരെ എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. പ്രത്യേകിച്ച് മാറ്റ് ഡാമന്റെ ഒക്കെ ആ ഒരു യുദ്ധം കഴിഞ്ഞുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ യാത്രയിലുള്ള സമയത്തുള്ള പുള്ളിയുടെ, അതായത് നിരാശ, ഹോപ്പ്, അങ്ങനെ കുറെ ഇമോഷൻസിലൂടെ പുള്ളി പോകുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ട്രാവിസ് സ്കോട്ട് ഇതിലൊരു ചെറിയൊരു റോളും പുള്ളി ചെയ്തിട്ടുണ്ട്. നോളന്റെ പഴയ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മേജർ പോർഷനൊക്കെ എല്ലാം തന്നെ ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺഹൈമർ പോലും മിക്ക ഭാഗങ്ങളും ഐമാക്സിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഈ ഒരു സിനിമ പൂർണ്ണമായിട്ട് ഐമാക്സ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തേക്കണം. ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഐമാക്സ് നോളന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഈ ഐമാക്സ് ക്യാമറയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. സൗണ്ട് മാത്രമല്ല, കാരണം വെച്ചാൽ ഫിലിം ആണ് നോളൻ യൂസ് ചെയ്തേക്കണം. ഈ ഫിലിം ചെയ്തതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ലൈക്ക് 18K ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ആൻഡ് ക്രിസ്പ് പരിപാടിയായിരിക്കും വരുന്നത്. ഇത് കൂടാതെ ഇത് പ്രൊജക്ട് ചെയ്യാനുള്ള തിയേറ്ററുടെ എണ്ണം ആകെ 41 ഉള്ളൂ ലോകത്ത് തന്നെ. നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ഓസ്ട്രേലിയയിലാണ്. അതായത് നോളൻ എടുത്ത അതിന്റെ ഔട്ട്പുട്ട് എക്സാക്ട്ലി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 40 തിയേറ്ററിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഡിജിറ്റൽ ഐമാക്സുകളാണുള്ളത്. അതിനെക്കുറിച്ചുള്ള വേറെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. ഈ ഐമാക്സുകളിലെല്ലാം തന്നെ ഒരു വർഷം മുമ്പേ ഈ സിനിമയുടെ ടിക്കറ്റ് സെയിൽ തുടങ്ങിയായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്.
ഇതിനു മുമ്പ്. അപ്പൊ നിങ്ങളിത് സിനിമ ഐമാക്സിൽ തന്നെ കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഐമാക്സ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ ഒരു ഐമാക്സ് സ്ക്രീനിലാണെങ്കിൽ കണ്ടാലും കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ക്രോപ്പാണെന്നേ ഉണ്ടാവുള്ളൂ. ഈ 2 ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഒരു സാധാ തിയേറ്ററിൽ കാണുക. 2.39 റേഷ്യോയിൽ നിങ്ങൾക്ക് കാണാം. സ്റ്റിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. പക്ഷെ ക്രോപ്ഡ് ആയിരിക്കും. ഞാൻ കണ്ടത് സാധാ തിയേറ്ററിലാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. അത് OTT വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ട്രെയിന്. പക്ഷേ ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ സ്റ്റഫാണ്. ഓവറോൾ പറഞ്ഞാൽ ഒരു എപ്പിക് അഡ്വെഞ്ചർ. അതിൽ സാക്രിഫൈസ്, സർവൈവൽ, ഹോപ്പ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു എപ്പിക് അഡ്വെഞ്ചറാണ് പടം.